السلام عليكم ورحمة الله. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനിയായ സനാബിൽ ഖുർആൻ പഠന ഗ്രൂപ്പിലെ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാനും ആ ഖുർആൻ പരലോകത്ത് സാക്ഷി പറയുന്ന വിഭാഗങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ 12ാമത്തെ ആയത്ത് നമ്മൾ ഓതി വെച്ചിരുന്നു. അതിന്റെ അർത്ഥമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. കല്ലബത് ഖബലഹും, ഇവർക്ക് മുമ്പ് നിഷേധിച്ചു. ഇവർക്ക് പറഞ്ഞ റസൂലുള്ളാഹിന്റെ മുമ്പിലുള്ള മുശ്രിക്കീങ്ങളായ ഖുറൈശികൾ, ഇവർക്ക് മുമ്പ് നിഷേധിച്ചിട്ടുണ്ട്. ഖൗമു നൂഹിൻ, നൂഹിന്റെ ജനത. ഖൗമു ജനത, നൂഹ് പ്രവാചകന്റെ പേര്, നൂഹിന്റെ ജനത. വ അസ്ഹാബുർ റസ്സി, കിണറിന്റെ ആളുകളും. അസ്ഹാബ് പറഞ്ഞ ആളുകൾ, റസ് പറഞ്ഞാൽ പടുക്കാത്ത കിണറിനാണ് അറബിയിൽ റസ് പറയാം. എന്താണ് അവർക്ക് പേര് വരാൻ കാരണം നമ്മൾ പറയും. കിണറിന്റെ ആളുകളും നിഷേധിച്ചു. വ സമൂദ്, സമൂദ് ഗോത്രവും. സമൂദ് ഗോത്രം സ്വാലിഹ നബിയുടെ ജനതയാണ്, നമുക്കറിയാതെ. അതിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നൂഹ് നബിയുടെ ജനത മുമ്പ് നിഷേധിച്ചിട്ടുണ്ട്, നമുക്കറിയാം. സ്വാലിഹ് നബിയുടെ ജനതയും നിഷേധിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനിടക്ക് വന്നത് അസ്ഹാബുർ റസ്, റസ് കിണറിന്റെ ആളുകൾ എന്നാണ്. ഈ ആരാണ് ഈ കിണറിന്റെ ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് വിശാലമായ ചർച്ചയുണ്ട്. അതിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത് എന്ന് ചുരുങ്ങിയ നിലയിൽ നമുക്ക് വിശദീകരിക്കാം. റസ് പറഞ്ഞ വളരെ കിണറാണെന്ന്, കിണറിന്റെ ആളുകൾ എന്ന. ഈ സൗദി അറേബ്യയുടെ മധ്യഭാഗത്ത് നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് അൽ ഖസീം. അൽ ഖസീം പ്രവിശ്യ, നമ്മൾ സൗദി അറേബ്യക്ക് ജീവിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കൃഷിസ്ഥലങ്ങൾക്ക് പേര് കേട്ട ഒരു പ്രദേശമാണിത്. ഖസീമിനടുത്ത ഒരു പ്രദേശമാണ് ഈ റസ് എന്ന് പറയുന്നത്. ഹിജാസിലുമുണ്ട് ആ പ്രദേശം. ഈ വിഭാഗത്തിന്, ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് അസ്ഹാബുർ റസ് എന്ന് പേര് വന്നത്? ഈ പേര് വരാൻ കാരണം അവരിലേക്ക് നിയോഗിച്ച റസൂലിനെ ആക്രമിച്ചു, വധിച്ചു, കിണറിലെറിഞ്ഞു. അങ്ങനെ ആക്രമിച്ച് വധിച്ച് കിണറിലെറിഞ്ഞു. പല അഭിപ്രായങ്ങളുണ്ട്. ഇവർ വെള്ളക്കെട്ടിനടുത്താണ് താമസിച്ചിരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു അലം. ഏതായിരുന്നാലും നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, ആ വിഭാഗത്തിലേക്ക്, ജനതയിലേക്ക് നിയോഗിച്ച പ്രവാചകരെ ആക്രമിച്ചു, വധിച്ചു, വെള്ളക്കെട്ടിലേക്ക് അവർ എറിഞ്ഞു. അത്രമാത്രം നിഷേധികളായിരുന്നു അവർ എന്നർത്ഥം. ഇവരും നിഷേധിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. മാത്രമല്ല, ആദും, ആദിന്റെ ജനതയും എന്ത് ചെയ്തു? കളവാക്കി. ആദ് ഗോത്രം പറഞ്ഞാൽ ഹൂദ് നബിയുടെ ജനതക്കാണ്. സമൂദ് നമ്മൾ പറഞ്ഞു സ്വാലിഹ് നബിയുമായി ബന്ധപ്പെട്ടതാണ്. ആദ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത. വ ഫിർഔനും കളവാക്കി. ഫിർഔൻ പറഞ്ഞാൽ ഈജിപ്തിലാണ്, മൂസാ നബിയെ കളവാക്കിയതാ. വ ഇഖ്വാനു ലൂത്ത്, ലൂത്തിന്റെ സഹോദരങ്ങളും. ഇഖ്വാൻ പറഞ്ഞ സഹോദരങ്ങൾ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരുപാട് ആൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഒന്ന് നൂഹ് നബിയുടെ ജനത, അസ്ഹാബുർ റസ്, സമൂദ്, ആദ്, ഫിർഔന്, അതുപോലെ ഇഖ്വാനു ലൂത്ത്, ലൂത്തിന്റെ സഹോദരങ്ങൾ. ഇവരൊക്കെ അവരിലേക്ക് നിയുക്തരായ പ്രവാചകന്മാരെ വ്യാജമാക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാത്രമല്ല 14ാമത്തെ ആയത്തിൽ പറയുന്നത് വ അസ്ഹാബുൽ ഐകതി വ ഖൗമു തുബ്ബ. നമ്മൾ ശ്രദ്ധിക്കണേ. വ ഖൗമു തുബ്ബ കുല്ലുൻ കദ്ദബ റസൂല ഫഹഖ വഈദ്. ഇതൊക്കെ കദ്ദബത്ത് ഖബലഹും എന്ന 12ാമത്തെ ആയത്തുമായി ബന്ധപ്പെടുന്ന വാക്കുകളാട്ടോ. വ അസ്ഹാബുൽ ഐക്കത്തി, ഐക്കത്തിന്റെ ആളുകളും. അസ്ഹാബ് ആളുകൾ. ഐക്കത്ത് എന്നതിന് ഭാഷയിൽ അർത്ഥം മരക്കാവ് എന്ന. ഈ മരങ്ങൾ ധാരാളമുള്ള കാവുകൾ, ഇതിനാണ് ഐക്കത്ത് പറയാം. ഐക്കത്തുകാരും വ്യാജമാക്കി. വഖൗമു തുബ്ബഇൻ, തുബ്ബഇന്റെ ജനതയും. അത് രണ്ടും വിശദീകരിക്കണേ. കുല്ലുൻ എല്ലാവരും, കദ്ദബർ റുസുല പ്രവാചകന്മാരെ വ്യാജമാക്കിയപ്പോൾ ഫഹഖ വഈദ്, ഫഹഖ അതിനാൽ യാഥാർത്ഥ്യമായി, വഈദ് എന്റെ താക്കീത്. അള്ളാഹുവിന്റെ താക്കീത് എന്താ? അവരെ നശിപ്പിക്കുക എന്നതാണ്. അവരെ നശിപ്പിക്കുക എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാർക്ക് അള്ളാഹു അവരുടെ ജനതയിൽ നിഷേധം അതിര് കടന്നാൽ നശിപ്പിക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. ആ വാഗ്ദാനം അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യമാക്കി എന്നാണ് അള്ളാഹു ഈ 14ാമത്തെ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. ഇനി അതിൽ പറഞ്ഞ അസ്ഹാബുൽ ഐക്ക, ഐക്കത്തിന്റെ ആളുകൾ. ഐക്കത്ത് പറഞ്ഞു മരക്കാവ്. ഇവര് ഷുഐബ് നബിയുടെ ജനതയാണത്. അസ്ഹാബുൽ ഐക്കത്ത് പറഞ്ഞ ഷുഐബ് നബിയുടെ ജനത.
മരങ്ങൾ ധാരാളമുണ്ടായിരുന്നു അവരുടെ വാസസ്ഥലത്ത്. അതുകൊണ്ടാണ് അസ്ഹാബുൽ ഐക്ക, മരക്കാവിൻ്റെ ആളുകൾ എന്ന് അവരെ കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളത് മേലെ പറഞ്ഞല്ലോ, ഈ നബിമാരുടെ പേര്, അവരിലേക്ക് ഈ നിയുക്തമായിട്ടുള്ള ജനത, അവരുടെ ഗോത്രം, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ട് വലിയൊരു ഭാഗം തന്നെയാണ്. അപ്പൊ അസ്ഹാബുൽ ഐക്കത്ത് മനസ്സിലായല്ലോ, ഷുഐബ് നബിയുടെ ജനതയാണിത്. വഖൗമു തുബ്ബൈൻ പറഞ്ഞു, തുബ്ബൈന്റെ ജനതയും. ഖൗമ് പറഞ്ഞാൽ ജനത, തുബ്ബ പറഞ്ഞാൽ ഒരു രാജാവിന്റെ പേരാണ്. യമനിലെ ഒരു പ്രാചീന രാജകുടുംബത്തിലെ നല്ല ഒരു രാജാവാണ് തുബ്ബ. യമനിലെ ഒരു വളരെ പഴക്കമുള്ള രാജകുടുംബത്തിലെ സദ്വൃത്തനായൊരു രാജാവാണ് തുബ്ബ. ഈ തുബ്ബിന്റെ ജനതയും നിഷേധികളായിരുന്നു. അതുകൊണ്ട് അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. അവിടെ ഫഹക്ക വഈദ് പറഞ്ഞല്ലോ, ഫഹക്ക അതിനാൽ യാഥാർത്ഥ്യമായി, വഈദ് എൻ്റെ താക്കീത്. അള്ളാഹുവിൻ്റെ താക്കീത് എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയാണ്. പല രീതിയിൽ ഇവരെയൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നത് ഫിർഔനെ ശിക്ഷിച്ചതുപോലെയല്ല ആദ് സമുദായത്തെ ശിക്ഷിച്ചത്. അതുപോലെ ലൂത്ത് നബിയുടെ ജനതയെ ശിക്ഷിച്ചതുപോലെയല്ല സമൂദ് ഗോത്രത്തെ ശിക്ഷിച്ചത്. മരക്കാവിൻ്റെ ആളുകളെ ശിക്ഷിച്ചതുപോലെയല്ല തുബ്ബൈൻ്റെ ആളുകളെ ശിക്ഷിച്ചത്. പല വിധത്തിലുള്ള ശിക്ഷാമുറകൾ അവരിലേക്ക് അള്ളാഹു ചൊരിഞ്ഞു. ഈ ആയത്തുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നിഷേധത്തിൽ നിന്ന് പിന്മാറാത്ത പക്ഷം ഇവർക്കും ആ ഗതി വരും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അള്ളാഹു സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ വിശ്വസിക്കാനും അസത്യത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാനുമുള്ള ഈമാനും കരുത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. 14 വരെയുള്ള ആയത്തുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് ഇനി 15ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പാരായണത്തിൻ്റെ രീതി ഒന്ന് ആദ്യം പറയാം, എന്നിട്ട് ഇൻഷാ അള്ളാഹ് അർത്ഥം പറഞ്ഞ് ഒരു ഹ്രസ്വമായ വിവരണവും നടത്താം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഅഈന ബിൽ ഖൽഖിൽ അവ്വൽ. അവിടെ മാറിപ്പോകുക. അഫഅഈന, ഐന് കഴിഞ്ഞ യാ ആണ്. അഫഅഈന, ഈ ആണ് നീട്ടേണ്ടത്, രണ്ടും ഐനാവരുത്. ബിൽ ഖൽഖിൽ അവ്വൽ. ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. വ്യക്തമാവണം. ലബ്സിൻ അല്ല, ലബ്സിൻ മിൻ, തൻവീന് വെളിവാവരുത്. ഖൽഖിൻ എന്നതിൻ്റെ അവിടെയും തൻവീന് വെളിവാവരുത്. ഖൽഖിൻ ജദീദ്. വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. തുവസ്വിസു ബിഹി അല്പം ഒന്ന് മദ് നീട്ടണം. നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഇദ് യതലഖൽ മുതലഖിയാനി, രണ്ട് ഖാഫിനും ശദ്ദുണ്ട്, കനപ്പിച്ച് പറയണം. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. അഫഅഈന, നാം കുഴങ്ങിയോ. ആയിന അവനെ ക്ഷീണിക്കുക, കുഴങ്ങുക, അശക്തനാവുക എന്നൊക്കെയാണ് അർത്ഥം. നാം കുഴങ്ങിപ്പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ക്ഷീണിച്ചു എന്ന്. ബിൽ ഖൽഖിൽ അവൽ, ആദ്യ സൃഷ്ടിക്കൽ കൊണ്ട്. ഖൽഖ് സൃഷ്ടിക്കുക, അവൽ ആദ്യ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നതിനാണ് ഖൽഖ് എന്ന് പറയാം. അള്ളാഹു ഖാലിഖാണ്, നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ ആദ്യ സൃഷ്ടിക്കൽ കൊണ്ട് നാം ക്ഷീണിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ. ബൽ എന്നാൽ, ഹും അവർ, ഈ നിഷേധികൾ, ഫീ ലബ്സിൻ, ലബ്സുൽ ആശയക്കുഴപ്പം, സംശയം. മുശ്രിക്കീങ്ങളായ ആളുകൾ ആശയക്കുഴപ്പത്തിലാണ്. മിൽ ഖൽഖിൻ ജദീദ്, പുതിയ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ. ജദീദ് പുതിയ, ഖൽഖ് സൃഷ്ടിപ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്. ഒന്നാമത്തതാണ് വളരെ പ്രധാനവും പ്രയാസവും. നമുക്കറിയാം, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കല. എന്നാൽ വിഘടിച്ചതിന് പുനർഘടിപ്പിക്കുക എന്നത് ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിന് പിന്നീട് ഉള്ളതിനെ രണ്ടാമതും പുനർഘടിപ്പിക്കുക എന്നത് ഒരു പ്രയാസവുമുള്ള കാര്യമല്ല എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്.
16-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് വലക്കത് ഖലഖ്ന, തീർച്ചയായും നാം ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു അൽ ഇൻസാന, മനുഷ്യനെ എന്നാൽ ഉദ്ദേശം ആ വർഗത്തെയാണ്. മനുഷ്യനെ നാം ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു. വലക്കത് അവിടെ പിന്നെ ആ വാവ് ഖസമിനാണ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്ന് ഉപയോഗിക്കാനാ. വനഅലമു, നാം അറിയുകയും ചെയ്യുന്നു മാ തുവസ്വിസു ബിഹി നഫ്സു, മാ തുവസ്വിസു ബിഹി നഫ്സു, നഫ്സ് പറഞ്ഞ മനസ്സ്, തുവസ്വിസ് പറഞ്ഞ മന്ത്രിക്കുക, പതിഞ്ഞ സ്വരത്തിലുള്ള സംസാരത്തിനാണ് തുവസ്വിസ് വസ്വാസ് എന്നൊക്കെ പറയാം. മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നതിനെ നാം അറിയുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വളരെ ചിന്തിക്കേണ്ട വാക്കാ. അത്രയും മൈന്യൂട്ടായ കാര്യത്തെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്നർത്ഥം. വനഹ്നു, നാം, അഖ്റബു, ഏറ്റവും അടുത്തവനാണ്, ഖരീബ് അടുത്തവൻ, അഖ്റബ് ഏറ്റവും അടുത്തവനാണ്, ഇലൈഹി ആ മനുഷ്യനിലേക്ക്, മിൻ ഹബിലിൽ വരീദ്. ഹബിലിൽ വരീദ് പറഞ്ഞാൽ കണ്ടനാടി. എന്താ ഈ കണ്ടനാടി പറഞ്ഞാല്? മനുഷ്യന്റെ കഴുത്തിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന രക്തക്കുഴലുകളാണത്. അത് മുറിഞ്ഞാൽ മനുഷ്യന് മരണം സംഭവിക്കും, അഥവാ മനുഷ്യന്റെ ജീവനുമായി അഭേദ്യ ബന്ധമുള്ള സാധനമാണത്. അതിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അടുത്തിട്ടുണ്ട്, അടുത്തവനാണ് അള്ളാഹു. എല്ലാം അറിയുകയും എല്ലാം കേൾക്കുകയും അള്ളാഹു ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും അള്ളാഹു അറിയുന്നില്ല, അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് ഇന്നതൊക്കെ ചെയ്യാമെന്ന ചിന്തയുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റാൻ ഈ ആയത്ത് നമുക്ക് പ്രചോദനമാകണം എന്നാണ് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. എപ്പോഴാണ് അള്ളാഹു അടുത്തവനാവുക? അള്ളാഹു കണ്ടനാടിയേക്കാൾ അടുത്തവനാണെന്ന് പറഞ്ഞു. എപ്പോഴാണത്? ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. ഇദ് സമയം, സന്ദർഭം എന്നൊക്കെ അർത്ഥം. യതലഖ സ്വീകരിക്കുന്ന സമയം, യതലഖ പറഞ്ഞാൽ സ്വീകരിക്കുക, ഏറ്റെടുക്കുക. അൽ മുതലഖിയാനി സ്വീകരിക്കുന്ന 2 പേർ, അവിടെ ഉദ്ദേശം നമ്മൾ പറയുന്നുണ്ട് സ്വീകരിക്കുന്ന 2 പേർ സ്വീകരിക്കുന്ന സമയം. ഈ സ്വീകരിക്കുന്നവർ എവിടെയാണുള്ളത്? അനിൽ യമീനി വ അനിൽ ഷിമാൽ, മനുഷ്യന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും. യമീൻ വലതുഭാഗം, ഷിമാൽ ഇടതുഭാഗം. ഖഈദ് ഇരിക്കുന്നവരായി, ഖഈദ് പറഞ്ഞ ഇരിക്കുക. ഇത് 2 മലക്കുകളെ സംബന്ധിച്ചാണ് പരാമർശം. സദാ മനുഷ്യർ, ഈ ഖഈദ് ഇരിക്കുന്നവരായി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം സദാ മനുഷ്യരോടൊപ്പം ഉണ്ട് എന്നാണ് ആ പദം അറിയിക്കുന്നത്. ഇങ്ങനെയുള്ള 2 മലക്കുകൾ മനുഷ്യൻ എന്തൊന്ന് സംസാരിക്കുന്ന സമയത്തും അത് സ്വീകരിച്ച് രേഖപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ വിവരങ്ങളിൽ, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കണ്ടനാടിയേക്കാൾ അടുത്തവനാകുന്നു. ഈ ആയത്തും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സദാസമയം നമ്മുടെ കൂടെ 2 മലക്കുകളുണ്ട് എന്ന ബോധ്യവും ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതം തന്നെ നന്നാവാൻ കാരണമാകുമെന്ന് സന്ദർഭോചിതമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിളു ഉച്ചരിക്കുന്നില്ല, ലഫള യൽഫിളു, മാ യൽഫിളു ഉച്ചരിക്കുന്നില്ല, മിൻ ഖൗലിൻ ഒരു വാക്കും, ഖൗല് പറഞ്ഞ വാക്ക്, മിൻ ഖൗലിൻ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല, ഇല്ലാ ലദൈഹി അവന്റെ അടുക്കലില്ലാതെ, ഇല്ല പറഞ്ഞാൽ ഒഴികെ, ലദൈഹി അവന്റെ അരികിൽ, അവന്റെ അടുത്തില്ലാതെ ഒരു വാക്കും അവൻ ഉച്ചരിക്കുന്നില്ല. ആരില്ലാതെ? റഖീബുൻ അതീദ്. റഖീബ് പറഞ്ഞാൽ സദാ നിരീക്ഷകൻ, അതീദ് എന്നാൽ സദാ സന്നദ്ധൻ. മലക്കുകളുടെ 2 സിഫത്തുകളാണത്, വിശേഷണങ്ങളാണ്. അഥവാ ഈ റഖീബും അതീദുമാകുന്ന നിരീക്ഷകരും സന്നദ്ധനുമാകുന്ന 2 മലക്കുകൾ നമ്മുടെ അരികിലില്ലാതെ ഒരു വാക്കും, അത് വലുതാവട്ടെ ചെറുതാവട്ടെ, പതുക്കെയാവട്ടെ ഉച്ചത്തിലാവട്ടെ, നീതിനിഷ്ഠതയിലാവട്ടെ അനീതിയിലാവട്ടെ, വ്യാജമാവട്ടെ സത്യമാവട്ടെ, എന്ത് തന്നെ ഉച്ചരിക്കുന്ന സന്ദർഭത്തിലും ആ 2 മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്. എഴുതി രേഖപ്പെടുത്തിയ രേഖ പരലോകത്ത് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നത് തുറന്നു വെക്കും. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, നമ്മോട് പറയുമത്രേ, ഇഖ്റ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. നിന്റെ രേഖ നീ വായിച്ചു നോക്ക്. വലതുഭാഗത്തും ഇടതുഭാഗത്തുമായ ജീവിതത്തിന്റെ പ്രായപൂർത്തിയായത് മുതൽ രേഖപ്പെടുത്താൻ തുടങ്ങിയത് മുഴുവനും അതിലുണ്ടാകും. നമ്മളോട് വായിക്കാൻ പറയും, നിന്നെ വിചാരണ ചെയ്യാൻ നിനക്ക് അത് തന്നെ മതി എന്ന് അല്ലാഹു പറയും. അപ്പോൾ നമ്മൾ തിരിച്ചു പറയുന്ന വാക്ക് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മാലിഹാദൽ കിതാബ്, എന്ത് രേഖയാണിത്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ.
ചെറുതും വലുതുമായ ഒന്നും രേഖപ്പെടുത്താതെ വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും നിരാശനാവുകയും ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സദാ രണ്ട് മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ പ്രവർത്തികൾ വാക്കുകളൊക്കെ രേഖപ്പെടുത്താനെന്ന ചിന്ത വിശ്വാസിയിൽ രൂഢമൂലമായിരിക്കണമെന്നാണ് ഈ ആയത്തുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ചിന്തയിലുമൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.